ഹലോ ഗായ്സ്, ദേ ഞങ്ങൾ നാട്ടിൽ വന്നു. അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട്. അമ്മച്ചി അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മച്ചി നാട്ടിലേക്ക് പോകുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ അമ്മച്ചി ഇവിടെ വന്നേക്കുവാണ്. അപ്പൊ ഞങ്ങളിപ്പോ ചേച്ചിയുടെ അടുത്ത്, ചേട്ടന്റെ ചേച്ചിയുടെ അടുത്ത് വീട്ടിൽ വന്നേക്കുവാ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചേച്ചി എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. തിന്നിട്ട് ഒത്തിരി നാളായി, കുറെ നാളായി, 2 വർഷം വരെ ആയി കാണാം. ഇതിപ്പോ ഞങ്ങൾക്ക് താഴേന്ന് പറിക്കാവുന്ന രീതിയിൽ ആഞ്ഞിലി നിൽക്കണത്. ആഞ്ഞിലിച്ചക്ക ആണെങ്കിൽ പറിക്കാൻ കിട്ടാൻ പാടല്ലേ. ഇത് ഇതാണ് ഇവിടെ കിട്ടിയേക്കുന്ന ആഞ്ഞിലിച്ചക്ക. നല്ല വലുതാണിത്. ഇത്രയും വലിയ ആഞ്ഞിലിച്ചക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടണേ. ഞാനിത് പൊളിക്കാൻ പോവാ. എങ്ങനെയാണിത് വരുന്നത്? കണ്ടോ, ഇത്രയും നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ട് അമേരിക്കയിലൊന്നും കിട്ടില്ല. അതിന് നമ്മൾ കേരളത്തിൽ തന്നെ വരണം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പറയാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെയൊക്കെ. നല്ല അടിപൊളി ആഞ്ഞിലിച്ചക്ക. സൂപ്പർ അടിപൊളി. നല്ല തണുപ്പൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാ. അപ്പൊ നല്ല എങ്ങനെയുണ്ട്? സൂപ്പർ ഇത്രയും നാച്ചുറൽ ആയിട്ട് ഫുഡ്, ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ വരുമ്പോഴേ കിട്ടുള്ളൂ. ആണോ? ആ അതെ, വേറെ സ്ഥലങ്ങളിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ എല്ലാവരും ഒരു കമന്റ് ഒക്കെ ഇട്ട് എഴുതണേ. അമ്മച്ചി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരു ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ കഴിക്കും. അത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊരു ഹോബിയാണ്. ഇതാണ് ആഞ്ഞിലി. നിലത്തുനിന്ന് പറിക്കാൻ പാകത്തിനാണ് ഇതിവിടെ കിടക്കുന്നത്. സാധാരണ നമ്മൾ മരത്തേലൊക്കെ കയറി കഷ്ടപ്പാടാണ് അത് പറിച്ചെടുക്കാൻ. ചിലപ്പോൾ താഴെ തോട്ടി കൊണ്ടൊക്കെ പറിച്ചാൽ താഴെ വീണൊക്കെ ചെതറിപ്പോകും. പക്ഷെ ഇത് കണ്ടോ, ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് താഴേന്ന് പറിച്ചെടുക്കാം. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാനിപ്പോൾ ഇത് രാത്രിയാണെങ്കിൽ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്.